ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമൊക്കെ അല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ നമുക്കുള്ള സീസൺ ടൈമിലെ ഇപ്പോഴത്തെ ജോലികളെന്ന് പറയുന്നത് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ സീസണാണ്. അപ്പോൾ ഇക്കൈതെ ഇവിടെ അടുത്തൊരു ദിവസം മുളക് പറിക്കാൻ പോയിട്ട് വന്ന ഒരു ചെറിയൊരു വീഡിയോയാണ് കേട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ മുളക് പറിക്കാൻ പോകണതോ അതല്ലെങ്കിൽ മുളക് പറിക്കണോ ഒന്നും ഇല്ല കേട്ടോ. വീട്ടിൽ തിരിച്ച് വന്ന് കഴിഞ്ഞിട്ട് മുളക് പറിച്ച് വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു ചെറിയ ഇതാണ് കേട്ടോ. അപ്പോൾ മുളക് മെതിക്കിനൊക്കെ ഒരു വീഡിയോയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു സീസണിലെ കുരുമുളകിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു എന്നർത്ഥം. നല്ലൊരു വീഡിയോ ഇൻഷാ അല്ലാ കിട്ടുവാണെങ്കിൽ സാഹചര്യം പോലെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. മുളകിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ. ഇത് നിസാരം കുറച്ച് മാത്രം. ഏകദേശം ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ട് നമ്മുടെ മെഷീനില്ലേ, മുളക് മെതിക്കുന്ന മെഷീൻ ഇവിടെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, അതൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി എടുത്തും കണ്ട് അതിൻ്റെ വയറൊക്കെ എടുത്ത് കുത്തനെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് മെതിക്കാനുണ്ട്. അപ്പോൾ അടുക്കളയിലുള്ള ഒരു പ്ലഗിലെ വാഷിംഗ് മെഷീൻ കുത്തി വെക്കാനാണ് കേട്ടോ മെയിനായിട്ടും. അപ്പോൾ ഇച്ചിരി സേഫ്റ്റി കൂടിയ ഒരു പ്ലഗാണെന്ന് മാത്രം. അതായത് നമ്മൾ ഈ 2 വയറും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തേക്ക് കുത്താനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ ഒരു സഹായത്തോട് കൂടി ആ 2 വയറും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി അവിടെ വെച്ചു. അപ്പോൾ നമ്മളെ വർക്കിംഗ് ടൈമാണ് കേട്ടോ, അതായത് നമ്മൾ ടെസ്റ്റിംഗ് ടൈമാണ് കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കി, കാരണം കഴിഞ്ഞ വർഷം എടുത്തേക്കണേ പിന്നെ ഇപ്പോൾ ഇപ്പോഴല്ലേ എടുക്കണേ, അതുകൊണ്ട് അങ്ങനെ ടെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞോ, മെഷീനൊക്കെ ഓക്കെയാണ്. അപ്പോൾ ചാക്കിലുള്ള ഒരു ചാക്ക് മുളക് മെതിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ചാക്കിലുള്ള മുളക് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ചണ്ട് പോയി ചാടാനായിട്ട് അപ്പുറത്തെ സൈഡിൽ ബക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് വന്ന് ചാടണത്തിൽ ഇതേ ചാക്കും സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മുളകൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞത് നമ്മുടെ മെഷീൻ സ്റ്റാർട്ടാക്കി കേട്ടോ. അപ്പോൾ അതെ, മുളകിനി പറഞ്ഞ സമയം കൊണ്ട് തന്നെ മെതിച്ച് തീരും കേട്ടോ. നേരത്തെയൊക്കെ എന്ന് പറയുമ്പോൾ മുളക് മെഷീനൊക്കെ മേടിക്കുന്നതിൻ്റെ മുമ്പ്, ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് കേട്ടോ മെഷീൻ മേടിച്ചത്. അതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ ചവിട്ടിയിട്ട് വേണം കേട്ടോ മെതിക്കാനായിട്ട്. പിന്നെ ഒത്തിരിയൊക്കെ മുളക് പറിക്കുന്ന സമയത്ത്, അതായത് പൂപ്പാറ പിന്നെ പാലക്കാടൊക്കെ നേരത്തേക്ക് മുളക് പറിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവർ നമ്മൾ തൂക്കത്തിനനുസരിച്ച് പറഞ്ഞെങ്ങാണ്ടൊക്കെ പുറത്തുനിന്ന് മെഷീനിലുള്ളിടത്ത് പോയി കണ്ട് മെതിച്ച് കൊണ്ടുവരുമൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെയൊക്കെ. അപ്പോൾ ഈ വർഷം തൊട്ട് നമ്മുടെ സ്വന്തം മെഷീനിലാണ് കേട്ടോ നമ്മൾ മുളക് മെതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുളക് വന്ന് ചാടാൻ വേറെയും ചണ്ട് പോയി ചാടാൻ വേറെയൊക്കെ ഇതിന് എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിവിടെ ബക്കറ്റ് വെച്ചേക്കുകയാണ് കേട്ടോ. കുറച്ചായ കാരണം നിറയുന്ന സമയത്ത് നമ്മൾ മാറ്റി കൊടുക്കുകയൊക്കെ വേണം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ അങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ മുളക് പറിക്കുന്ന സമയത്താണെങ്കിലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ ഇലകളൊക്കെ പെടൂലേ, അപ്പോൾ ആ ഇലകളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പറക്കി മാറ്റി കൊടുത്താൽ മതിയിട്ട്, വേറെ പണിയൊന്നുമില്ല. പിന്നെ കൈ പോവാതെ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുളക് മെഷീൻ കിടന്ന് കറങ്ങണുണ്ടെങ്കിൽ ഇവിടെ റിസ്വാനൊക്കെ ഭയങ്കര ഒരു അതിശയം കേട്ടോ. കാരണം ഇവിടെ എടുക്കാത്തൊരു പണിയാണല്ലോ ഇത്. നമുക്ക് ഈ ഭാഗത്തൊന്നും ഒത്തിരി മുളകൊന്നും അങ്ങനെ കിട്ടാനില്ല കേട്ടോ. കുറഞ്ഞ നിസാരം മുളകുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ചെറിയ ചെറിയ വിലക്കുള്ള മുളകുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പറിക്കുമ്പോൾ ഇവിടെ ആദ്യം പറിച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ തന്നെ ഇട്ട് മെതിച്ചു. അതായത് ഇപ്പോൾ ഒരു മുളക് പറിക്കാനായിട്ട് പോയിട്ടുള്ളത് പിറവത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സീസണിൽ മുളക് കറി ആദ്യം തുടങ്ങിയേക്കുന്നത് പിറവത്താണ്. ഇപ്പോൾ അവിടെയാണ് കേട്ടോ ഇക്കായൊക്കെ മുളക് പറിച്ചുകൊണ്ടിരിക്കുന്നതും അവർ പണിക്കാരും പിന്നെ മെഷീനും എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെയാണ് കേട്ടോ. അതായത് ഇപ്പോൾ 2 അടുക്കള എന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ഞങ്ങൾ ഈ വീട്ടിലുമാണ്, ഇക്കായൊക്കെ അവിടെയാണ് കേട്ടോ. ചട്ടിയും കലവും പാത്രം എല്ലാം കൊണ്ട് പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കഞ്ഞിയും വെച്ച് മുളക് മെതിച്ച് മുളക് പറിക്കുകയൊക്കെ ചെയ്ത് അവിടെയാണ് കേട്ടോ എല്ലാവരുമായിട്ട്. അപ്പോൾ മുളക് പറിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട് മുളക് പറിക്കണേ മെതിക്കണേ. പിന്നെ അന്നത്തെ ഒരു ദിവസത്തെ, അതായത് വീട്ടിലെ കഞ്ഞി വെപ്പും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു പണികളൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നല്ല രീതിയിൽ പിടിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല വിഷ്വലൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിന് ഈ ഒരു പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താണെന്നറിയോ? സീസൺ ടൈം ക്രിയേറ്റർ എന്നുള്ളൊരു പേര് കൊടുക്കാൻ തന്നെ കാരണം എന്താണെന്നറിയോ? മുളകിൻ്റെ ആണെങ്കിലും ജാതിക്കയുടെ ആണെങ്കിലും കൊക്കോക്കായുടെ ആണെങ്കിലും പിന്നെ അതുപോലെ മാങ്ങ, കുരുമുളക്, കാപ്പി, ഏലം, അങ്ങനെയുള്ള ചില്ലറ കച്ചവടങ്ങളും പണികളൊക്കെ ആയിട്ടാണല്ലോ നമ്മൾ കൂലിപ്പണിയായിട്ട് ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോകളൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പേര് നമ്മുടെ ചാനലിൽ തിരഞ്ഞെടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്രിയേഷൻസും പിന്നെ അതേപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും വ്ളോഗൊക്കെ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതെല്ലാം കൂടെ നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ, അതായത് ഒരു ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു പേര് ഈ ചാനലിന് കൊടുത്തതും. പിന്നെ അതിൻ്റെ പുറകെ വിത്ത് വ്ളോഗർ എന്ന് ചേർത്തേക്കുന്നത് അത് എൻ്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാനലിന് ഇങ്ങനത്തെ ഒരു പേര് തന്നെ വെച്ചതും. അപ്പോൾ കുരുമുളകിൻ്റെ ഈ വർഷത്തെ ഈ ഒരു സീസണിലെ ആദ്യത്തെ ഒരു വീഡിയോ ഇതായിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ട് വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. കാരണം
ക്യാമറമാനും എഡിറ്റിങ്ങും അത് അപ്ലോഡിങ്ങും എല്ലാം, അതായത് യൂട്യൂബിൽ ഈ ഒരു അക്കൗണ്ട് കൊണ്ട് കിടക്കുന്ന ആളെ ഞാനല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കല്ല ഇതിലേക്ക് വീഡിയോ വേണം, വീഡിയോ ഇടണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുളക് പറിക്കുന്നത് ഈ ഒരു ഭാഗത്തൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനും പോകാനും പറ്റില്ല കേട്ടോ. പിന്നെ ഇവിടെയല്ലല്ലോ മുളക് പറിക്കുന്നത്. ഈ പ്രാവശ്യം ഇപ്പോൾ മുളക് പറിക്കുന്നത് പിറവത്തും പിന്നെ അതേപോലെ തന്നെ വെള്ളത്തോലിലുമാണ് കേട്ടോ മുളക് പറിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗത്തും നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നുമല്ല മുളക് പറിക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നിനും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലും അല്ല കേട്ടോ. പിന്നെ റിസ്വാനാണെങ്കിലും സ്കൂളൊക്കെ ഉണ്ടല്ലോ, അവധിയുള്ള ദിവസങ്ങളൊന്നുമില്ല. അവധിയുള്ള ദിവസങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിനായിട്ടൊന്നും ഇപ്പോൾ പോകുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾക്കൊക്കെ ഉള്ള വീഡിയോകളൊക്കെ ഇക്കായാണ് കേട്ടോ എനിക്ക് പിടിച്ചു കൊണ്ടുവന്ന് തരുന്നയാൾ. അപ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇക്ക നല്ല വീഡിയോകൾ കൊണ്ടുവന്ന് തന്നേക്കാം. അപ്പോൾ നല്ല വിഷ്വലൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇൻഷാല്ല ഇതിൽ അപ്ലോഡ് ചെയ്യും. ഈ ഒരു സീസൺ ടൈമിൽ ഈ ഒരു കുരുമുളകിൻ്റെ സീസണിലുള്ള ഇതും നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇതിലിപ്പോൾ നിസ്സാരം ഒരു ചാക്ക് മുളക് മെതിക്കുന്നതും അത് വെയിലത്തിടുന്നതും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ മുളകിൻ്റെ പണി തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തു വെച്ചത്. അങ്ങനെ നമ്മുടെ മുളക് മെതിക്കൽ ഇതേ ഏകദേശം തീർന്നു തുടങ്ങി കേട്ടോ. ഒരു ചാക്ക് മുളക് മെതിക്കാനായിട്ട് വെറും 5-10 മിനിറ്റ് മാത്രം മതി കേട്ടോ. അത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മുളക് മെതിച്ച് തീർക്കാം കേട്ടോ. ഇത് നമ്മളിപ്പോൾ കാലുകൊണ്ടൊക്കെ ചവിട്ടി മെതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്താലും നമുക്ക് തീരുമില്ല കേട്ടോ, ഇത്രയും മുളകൊക്കെ ഉള്ളപ്പോൾ. അങ്ങനെ നമ്മുടെ മെതിച്ച് കിട്ടിയിട്ടുള്ള ഒരു മുളകിൻ്റെ ചാക്ക് അവിടെ നിന്ന് മാറ്റി വെച്ചു. പിന്നെ ബക്കറ്റിൽ കിടക്കുന്ന ചെണ്ട ഉണ്ടല്ലോ, അതൊന്നും കൂടെ മെഷീനിൽ ഇട്ടുകൊണ്ട് ഒന്നും കൂടെ കറക്കി എടുക്കാനായിട്ട്. കാരണം അവിടെയും ഇവിടേക്ക് ഇങ്ങനെ മുളക് കിടപ്പുണ്ടാകും. അപ്പോൾ മുളക് ക്ലീനായിട്ട്, അതായത് മൊത്തം മുളക് നമുക്ക് ഒന്നും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ പെടും. അപ്പോൾ അതുകൊണ്ട് വേറൊരു ചാക്ക് വെച്ചെങ്ങാണ്ട് പിന്നെ അതിലേക്കാണ് കേട്ടോ ഈ ഒരു അവസാനത്തുള്ളത്, അതായത് രണ്ടാമത്തെ ട്രിപ്പ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു ചണ്ട് രണ്ടാമത് പിന്നെ മതിച്ച് കിട്ടുമ്പോൾ നമ്മൾ വേറൊരു ചാക്കായിരിക്കും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്കാണ് കേട്ടോ ഈ മുളക് ചെന്ന് ചാടുന്നത്. പിന്നെ ബക്കറ്റ് വീണ്ടും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചണ്ട് അതിലേക്കും ചെന്ന് ചാടും കേട്ടോ. അപ്പോൾ ഈ ചണ്ട് ഇനി രണ്ടാമതൊന്നും കൂടെ കറങ്ങിങ്ങാണ്ട് അരിഞ്ഞ് ചെല്ലുന്ന സമയത്ത് കുറച്ച് പൊടി അധികം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ചാക്ക് മാറ്റി കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് അരിക്കുന്ന സമയത്താണെങ്കിലും എളുപ്പം ഉണ്ടാകും. ആ പൊടി മാത്രം അങ്ങ് അരിച്ച് കളഞ്ഞാൽ മതി, ബാക്കിയുള്ളതിൻ്റെ അത്രയും പൊടി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചണ്ട് വന്ന് ചാടുന്നത് കണ്ടോ. നമുക്ക് മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോഴത്തെ പണികളൊക്കെ എളുപ്പമാണ്. നേരത്തെ ഇത്രയും കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത്രയ്ക്കും പണിയില്ല. പിന്നെ ഈ മുളക് മെഷീൻ ഓണാക്കി കഴിഞ്ഞാണ്ടല്ലോ മെതിക്കുന്ന മെഷീന് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ. അപ്പോൾ ഇത് ചണ്ട് നമ്മൾ വാരിയിടുന്ന സമയത്ത് ഒന്നായിട്ട് കട്ട പിടിക്കാതെ വേണം വാരിയിടാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പോയി സ്റ്റെക്കായി നിൽക്കും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കണത്. അങ്ങനെ ഇതേ നമ്മൾ തലേ ദിവസം മെതിച്ച് എടുത്ത് വെച്ച ഒരു മുളകുണ്ടല്ലോ, പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ വെയിലത്തേക്ക് ഉണക്കാനായിട്ട് ഇടുന്നത്. വെയിൽ ശരിക്കായിട്ടൊന്നുമില്ല കേട്ടോ, ഒരു ചെറിയ വെട്ടം വെളിച്ചൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇട്ട് മുളക് ഇടാനായിട്ട് ഭയങ്കര പാടല്ലേ, ചൂടല്ലേ എന്ന് ഓർത്തുകൊണ്ട് വെയിൽ വന്നു തുടങ്ങിയപ്പോൾ തന്നെ പടത വിരിച്ചെങ്ങാണ്ട് മുളക് ഇടുന്നതാണ് കേട്ടോ. ഇനി ഉച്ചവരെ ഈ മുളക് ഇവിടെ കിടന്ന് ഉണങ്ങും. അതായത് നല്ലൊരു ചൂട്, നല്ലൊരു വെയിലുണ്ടല്ലോ, ഉച്ചയ്ക്ക് ഒരു 2-2:30-3 മണിക്കുള്ളിലായിട്ട് ഇത് ചാക്കിലേക്ക് വാരി കെട്ടി അവിടെ വെക്കും കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ പിന്നെ അത് വെയിലത്തേക്ക് ഇടുന്നത്. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം 2-ൻ്റെ അന്ന് നമ്മൾ വെയിലത്തേക്ക് ഇടുന്ന സമയത്ത് മുളകൊക്കെ കറുത്ത് നല്ലൊരു ചൂടോടുകൂടിയായിരിക്കും ഇരിക്കുന്നത്. പിന്നെ അതവിടെ ആവിച്ചിരുന്നുകൊണ്ടാണ് കേട്ടോ ഇതിന് കറുത്ത കളർ പിടിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മുറ്റത്തിടുന്ന കാരണം ഒട്ടും കട്ടിയില്ലാതെയാണ് കേട്ടോ ഞങ്ങൾ മുളക് ഇടുന്നത്. വാർക്കപ്പുറത്തൊക്കെയാണ് നമ്മൾ മുളക് ഇടുന്ന സമയത്ത് വെച്ചെങ്കിൽ കുറച്ച് കട്ടിയായാലും കുഴപ്പമില്ലല്ലോ. താഴെയാകുമ്പോൾ അടിയിൽ നിന്ന് ചൂടുണ്ടാകില്ല, മുകളിൽ നിന്നുള്ള ചൂട് മാത്രമേ ഉള്ളൂ. വാർപ്പിൻ്റെ മുകളിലാകുമ്പോൾ മുകളിൽ നിന്നും ചൂടായിരിക്കും, അടിയിൽ നിന്നും ചൂടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് ആകും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കട്ടിക്കിട്ടാലും 2-3 ദിവസം കൊണ്ട് ഉണക്കിയെടുത്ത് വയ്ക്കാം. ഇവിടെ ആകുമ്പോൾ ചിലപ്പോൾ 3-4 ദിവസമൊക്കെ വെക്കേണ്ടി വരും കേട്ടോ മുറ്റത്താകുമ്പോൾ. അപ്പോൾ ഈ ഒരു വർഷത്തെ കുരുമുളകിൻ്റെ സ്റ്റാർട്ടിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് കണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്ത് വെക്കുക കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ എത്തിച്ചേരുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കയറി കണ്ട് നോക്കുക. അപ്പോൾ ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.